ഡോക്ടർ, മദ്യപാനം മൂലമുണ്ടാവുന്ന വിഷാദ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? എന്താണ് ഇതിന്റെ ഒരു ചികിത്സാ മാർഗങ്ങൾ? ഇത് പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. ഇതിൽ ആദ്യത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ആ, എടുക്കുന്ന വ്യക്തി, അതായത് ഈ മദ്യം എടുക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹമായിട്ട് ആ ഒരു വ്യക്തിയുമായിട്ടാണ് നമുക്ക് ആദ്യം ഇന്റർവ്യൂ ചെയ്യേണ്ടത്. കാരണം പലപ്പോഴും ഇതിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ മദ്യം എന്നൊരു ലഹരി നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ വിഷാദം പലപ്പോഴും അനുഭവിക്കുന്ന വ്യക്തിക്ക് പോലും അത് മനസ്സിലാകില്ല, ഞാൻ വിഷാദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ആരോടെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴോ ഫസ്റ്റ് മനസ്സിൽ വരുന്നതായിരിക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് ഡ്രിങ്ക്സ് എടുക്കാം എന്ന്. അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ഡ്രിങ്ക്സ് എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങും കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇത് പിന്നീട് അത് അഡിക്ഷനിലോട്ട് പോവുകയും ഉള്ള വിഷാദവും കൂടി വേഴ്സൺ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾ, നമ്മുടെ മദ്യപാനം എടുക്കുന്ന ആ ഒരു വ്യക്തിക്ക് വിഷാദം ഉണ്ടോ ഇല്ലയോ, ഇതൊരു പ്രൈമറി ആൽക്കഹോളിസം ആണോ അതോ മറ്റെന്തെങ്കിലും കാരണത്താൽ മദ്യത്തിലോട്ട് പോയവരാണ്, അതിനാണ് സെക്കൻഡറി ആൽക്കഹോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൈമറി ആൽക്കഹോളിസം ആണെങ്കിൽ നമ്മൾ ആദ്യം മദ്യപാനത്തിന് മാത്രമായിട്ടുള്ള ചികിത്സയും കാര്യങ്ങളായിരിക്കും. അതിൽ ശരീരത്തിൽ നിന്ന് ഈ മദ്യത്തെ ഡീടോക്സിഫൈ ചെയ്യുക, ബ്ലഡിലും ബ്രെയിനിൽ നിന്ന് മദ്യത്തെ കളയുക, അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. സെക്കൻഡ്, ഈ പറഞ്ഞ ആന്റി ക്രീവിങ്, അതായത് ആസക്തിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന മരുന്നുകളുണ്ട്. അതായത് ചില ആളുകൾ പറയും, ഡോക്ടർ എനിക്ക് കുടിക്കണമെന്നില്ല, പക്ഷെ പലപ്പോഴും എൻ്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ ജോലി കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരു പെഗ് ഡ്രിങ്ക്സ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ക്രേവിങ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് വേണം എന്ന് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരുന്നൊരു ചിന്ത, അതിനെ കുറയ്ക്കാനായിട്ട് മരുന്നുകളും കാര്യങ്ങളുണ്ട്. അതുകൂടാതെ പണ്ട് സമയങ്ങളിലൊക്കെ ഈ ചിലർ അറിയാതെ മരുന്ന് കൊടുക്കുക, അപ്പം മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഛർദി ഉണ്ടാവുക, മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുക. അപ്പൊ അതിപ്പം ഈ പറഞ്ഞതുപോലെ കാലം മാറുന്ന അനുസരിച്ച് നമ്മളത് ആ വ്യക്തിയോട് നേരിട്ട് അനുവാദം ചോദിക്കുകയും അവരുടെ അനുവാദത്തോട് മാത്രമേ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ഡൈസൽഫ്രാം എന്ന് പറഞ്ഞ മരുന്നുകൾ. അപ്പൊ ഈ മരുന്നുകൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് മദ്യം ഇല്ലാതാക്കണം. കുടിക്കാൻ, അതായത് ആശുപത്രി കിടക്കുമ്പോൾ കുടിക്കത്തില്ലായിരിക്കും, പക്ഷേ തിരിച്ചു പോകുമ്പം പഴയ സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്. അവിടെ ഈ പറഞ്ഞ മദ്യത്തിന്റെ ലഭ്യതയിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഈ ഒരു വ്യക്തി തീരുമാനിക്കുന്നത്, എന്ത് വന്നാലും ഞാൻ ഇനി കുടിക്കുകയില്ല. അതിനെ സഹായിക്കുന്ന മരുന്നുകളാണ് ഈ പറഞ്ഞ മരുന്ന്. ഇനി സെക്കൻഡറി ആൽക്കഹോളിസത്തിലോട്ട് വരുമ്പം ആ വാക്കിൽ തന്നെ മറ്റെന്തോ കാരണത്താൽ മദ്യപാനത്തിലോട്ട് പോകുന്നു. ആ മറ്റു കാരണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വിഷാദരോഗം. വിഷാദരോഗം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ മദ്യത്തിനോട് ചികിത്സ കൊടുക്കുന്നത് തന്നെ വിഷാദത്തിന് വേണ്ടിയുള്ള ചികിത്സകളാണ്. അവിടെ നമ്മൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പി സെഷനുകൾ, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള വിഷാദം ആണെങ്കിൽ അവിടെ നമ്മൾ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം പലപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്, ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉള്ള അവസ്ഥയും കൂടി വഷളാവുമോ, അല്ലെങ്കിൽ അവസാനം ഞാൻ ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ എൻ്റെ ലിവർ, കിഡ്നി ഈ മുതലായ ഓർഗൻസിനെ എന്തെങ്കിലും ബാധിക്കുകയോ ഇല്ല. അതിൻ്റെ ഉത്തരവും അല്ലെന്നാണ്. കാരണം നമ്മൾ മദ്യപാനം ഈ സാമൂഹികമായിട്ട് കുറച്ച് ഫാക്ടേഴ്സും കൂടി ഉണ്ടായതുകൊണ്ട് ഒരാൾ വിചാരിച്ചാൽ മാത്രം പറ്റുകയില്ല. അപ്പൊ അവിടെ വീട്ടിലെ വീട്ടിലുള്ളവരും കൂടിയാണ് സപ്പോർട്ടായിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ കാരണം പലപ്പോഴും നമ്മൾ മദ്യം നിർത്താൻ കൊണ്ടുപോയിട്ട് വീണ്ടും അതിനേക്കാളും വളരെ മോശമായിട്ടുള്ള രീതിയിൽ മദ്യപിക്കുന്നു എന്ന് പറഞ്ഞു വരും. അപ്പൊ അവിടെ നമ്മൾ അറിയേണ്ട നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ മദ്യപാനം ഒരു വർഷത്തോളം നമുക്ക് സമയം വേണം നിർത്താനായിട്ട്. കാരണം അത് അത്രയ്ക്ക് കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ അഡിക്ഷൻ എന്നൊരു അവസ്ഥയിലോട്ട് പോകുന്നത്. ആ ഡി അഡിക്ഷൻ എന്നൊരു പ്രോസസ്സ് അതിനേക്കാളും കോംപ്ലെക്സ് ആണ്. അവിടെയാണ് നമുക്ക് ഈ വീണ്ടും കുടിച്ചു പോകുന്ന ഒരു അവസ്ഥ, അതിനെ ലാപ്സ് അല്ലെങ്കിൽ റിലാപ്സ് എന്ന് വിളിക്കും. പലപ്പോഴും ആയിട്ട് ഇങ്ങനെ വീണ്ടും കുടിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ചികിത്സ വീണ്ടും കണ്ടിന്യൂ തന്നെ ചെയ്യണം. ഒരിക്കലും ആ ഹോപ്പ് നമ്മൾ വിട്ടുപോകുമ്പോഴാണ് ഇനി വേണ്ട, ചികിത്സിക്കേണ്ട എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് എന്തായാലും നമ്മൾ ചികിത്സ എടുത്തിരിക്കണം. അത് നിരന്തരം നമ്മുടെ കൗൺസിലറായിട്ടും ഡോക്ടേഴ്സുമായിട്ട് നിരന്തരം മീറ്റ് ചെയ്യണം. ആ മീറ്റിങ്ങിലൂടെയാണ്, ആ ഒരു വ്യക്തിബന്ധത്തിലൂടെയാണ് നമ്മൾ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പിന്നീട് നമുക്ക് ഈ മരുന്നിന്റെ ആവശ്യങ്ങളൊന്നും വരികയില്ല. പിന്നെ നമ്മൾ ആ കണ്ടിന്യൂഷൻ ഓഫ് ആ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഡോക്ടർ, വ്യക്തമാണ്.
ഡോക്ടർ, ഈ ഒരു രോഗാവസ്ഥ വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുടുംബത്തിനും അതുപോലെ നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിനോടുമുള്ള ഒരു പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഈ മദ്യപാനം എന്നൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ്. കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഒറ്റ മൂലിയോ അല്ലെങ്കിൽ ഒറ്റ ഗുളികയിൽ ഇതങ്ങ് പെട്ടെന്ന് ഭേദമാക്കാൻ ഒരിക്കലും നമുക്ക് പറ്റുകയില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഡോക്ടർ, കൗൺസിലർ, ആ വ്യക്തി, കുടിക്കുന്ന വ്യക്തി, അതുകൂടാതെ അയാളുടെ കൂട്ടിരിപ്പിൽ കൂടെ ഉള്ളവർ തന്നെ, ഇവരെല്ലാം നമ്മളൊരു ടീമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് കുടിക്കുന്ന ആൾക്കാണ്. ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാതെ എങ്ങനെയാ ഡോക്ടറെ, ഒന്നാതെ കുടിക്കുന്നു, അതിനോടൊപ്പം മറ്റു പല കാര്യങ്ങൾ, വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു, വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, വീട്ടിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വഴക്കാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇതേ വ്യക്തിയാണ് പണ്ട് ഇതുപോലൊന്നും അല്ലായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. പല കാരണത്താൽ മദ്യപാനം എന്നൊരു രോഗാവസ്ഥയിലോട്ട് പോവുകയും അതിൽ നിന്നുണ്ടാകുന്ന സ്വഭാവത്തിലെ വ്യത്യാസങ്ങളിലൂടെ അത് മറ്റുള്ളവർക്ക് പ്രയാസമാവുകയും ചെയ്യും. അപ്പം അപ്പം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും പഞ്ചായത്ത് മെമ്പേഴ്സ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ കൊണ്ടുവരികയും, അപ്പോൾ അവർ തന്നെ പറയും, ഡോക്ടറെ ഞങ്ങൾ മടുത്തു, ഇത് നാലാമത്തെ അഞ്ചാമത്തെ തവണയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുടെ എങ്കിലും ഒരു ഹെൽപ്പ് വേണം. ആ ഒരു വ്യക്തിയുടെ ഹെൽപ്പ് മതി നമുക്ക് ആ ഒരു മനുഷ്യന്റെ ജീവിതത്തെ നമുക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഹോപ്പ് ലൂസ് ചെയ്യരുത്. എല്ലാത്തിനും നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ കണ്ടെത്തേണ്ട ഒരു സമയം മാത്രമേ നമുക്കൊന്ന് നീട്ടിയും വേണം. അപ്പോൾ അതുവരെ നമ്മൾ എന്തായാലും ട്രീറ്റ്മെന്റ് എടുത്തിരിക്കണം.